ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ വെട്ടുന്നതിന് മുമ്പായിട്ടേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ആ തുണി അതേപോലെ എടുത്ത് കളയേണ്ടി വരും. അതെത്ര ഇതായിട്ട് തയ്ച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, എങ്കിലും ബിഗിനേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ അത് ചുരിദാറിനൊക്കെ തുണി എടുത്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാ തുണിയും നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ നാലാക്കി മടക്കിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇതേപോലത്തെ നമുക്ക് ആ ഒരു പ്രിൻ്റൊക്കെ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെയൊക്കെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് മാത്രമായിട്ട് ആദ്യമേ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിൻ്റെ പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. പിന്നെ അല്ലാണ്ട് തന്നെ നമ്മളിപ്പം ഇതേപോലത്തെയൊക്കെ നമ്മൾ എന്താ പറയുക, ഇതേപോലത്തെ ഒരു ക്ലോത്തൊക്കെ ഇങ്ങനെയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് അധികം തുണി നമുക്ക് മിച്ചം കിട്ടലുണ്ടാവില്ല. അപ്പോൾ ബാക്കിൻ്റെ സൈഡ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുകയാണെങ്കിൽ നമുക്ക് അകത്തു നിന്ന് തന്നെ നമുക്ക് സ്ലീവിനും ഒക്കെയുള്ള തുണി നമുക്ക് ധാരാളം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കൂടുതലും നമ്മളിങ്ങനെയൊക്കെ ചുരിദാർ സെറ്റായിട്ട് മേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിലായിരിക്കും നമുക്ക് വർക്കും കാര്യങ്ങളും ഒക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ട് സൈഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെട്ടേണ്ടി വരുന്നത്. കണ്ടത് ഇതിപ്പോൾ ഇത് ബാക്ക് ഇവത്തിൽ നിന്ന് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേറെ വെട്ടേണ്ട ഇതാണ് വരുന്നത്. പിന്നെ വരുമ്പോഴത്തേക്കും അപ്പോൾ ബാക്ക് വെട്ടുന്ന കാര്യം ഇതേപോലെ നമ്മൾ തുണി ഇട്ടിട്ട്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ നേരെ പകുത്തിട്ട് ചിലപ്പോൾ ഇടേണ്ടി വരുമായിരിക്കും. ആ വർക്ക് ചിലപ്പോൾ അതേപോലെ ഉള്ളതായിരിക്കും. അപ്പോൾ ബാക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മളത് കറക്റ്റ് നമ്മുടെ ആ ഒരു സൈസിന് മാത്രം, അതായത് പരമാവധി തുണി ലാഭിക്കുന്ന രീതിയിൽ തന്നെ തുണി ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. തുണി കറക്റ്റ് സൈഡ് കണക്കാക്കിയിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ തുണി, അതായത് ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വണ്ണത്തിന് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് അപ്പുറത്തേക്ക്, ബാക്കിയുള്ള ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ലാവിഷായിട്ട് നമുക്ക് സ്ലീവിനൊക്കെ തുണി ഉണ്ടാകും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് വരുന്ന പ്രിൻ്റാണ് വരുന്നൊരു മെയിൻ കാര്യം. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡിൽ ഈ ഒരു പ്രിൻ്റ് കണ്ടല്ലോ, ഇതേപോലെയാണ് വരുന്നത്. കണ്ടല്ലോ, ആ ഒരു കൂജ അല്ലെങ്കിൽ ഒരു കുടത്തിൻ്റെ ഒരു ഷേപ്പാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നാലായിട്ട് മടക്കി ഇടുവാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് നേരെ തിരിഞ്ഞേ വരത്തുള്ളൂ. അതായത് നിവർന്നിരുന്ന കുടം കമത്തി വെച്ചത് മാതിരിയാവും ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും. അപ്പം ഇക്കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് കണ്ട, ഇതിപ്പോൾ ഇവിടെ നിന്നല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു പോകും. അപ്പോൾ ഇതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഫ്രണ്ടിൽ ഒരു രീതിയിൽ ഇപ്പം അതെന്തോ ആയിക്കോട്ടെ, ചെറിയ പൂവോ എന്തോ ആയിക്കോട്ടെ, ആ ഡിസൈൻ നേരെ ഇരിക്കുക, ബാക്ക് സൈഡിൽ അത് നേരെ തിരിഞ്ഞിരിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ബാക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്ലീവിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. സ്ലീവും ഇങ്ങനെയുള്ള തുണികളിൽ നിന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ നിവർത്തിയിട്ടുകൊണ്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്താ പറയുക, 3/4 സ്ലീവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് എടുക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് തോന്നുക. അപ്പം ഷോർട്ട് സ്ലീവിനുള്ള തുണിയൊക്കെ കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് നമുക്ക് അതേ ഡിസൈൻ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പം 3/4 സ്ലീവൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇക്കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അതല്ലാതെ നമ്മൾ ആ തുണി നമുക്ക് തയ്ക്കുക അത് വേസ്റ്റ് ആകുന്ന ഒരു രീതി ആയിപ്പോകും. അപ്പം ഈ ചെറിയ ടിപ്സും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching.